വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ മേഖലയിൽ നടത്തുന്ന തിരച്ചിൽ തുടരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. മലപ്പുറം കളക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെയും വിവിധ സേനകളുടെയും അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലമ്പൂരിൽ ചൂരൽമലയിലാണ് ദുരന്തമുണ്ടായതെങ്കിലും നമ്മളിപ്പോൾ 442 ബോഡിയും ബോഡി പാർട്ടും കൂടി കിട്ടിയതിൽ ബോഡി പാർട്ടുകൾ ഏറ്റവും കൂടുതൽ കിട്ടിയ സ്ഥലം ഈ മലപ്പുറം ജില്ലയാണ്. അതായത് ചൂരൽമല ദുരന്തത്തിൽ ബോഡി പാർട്സായി കിട്ടി 211 എണ്ണത്തിൽ 173 നിലമ്പൂരിൽ നിന്നുള്ള റിക്കവറിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ DFO തന്നെ പറഞ്ഞത് അവിടെ 3 മണിക്ക് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭീകരമായ പൊട്ടലുണ്ടായതിനു ശേഷം ഏതാണ്ട് 5:30 മൃതശരീര ഭാഗങ്ങൾ കണ്ടുകിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വന്നു എന്ന് പറഞ്ഞാൽ അത്ര സംഹാരരുദ്ധിയായിട്ടുള്ള പുഴയുടെ യാത്ര കായത്രിയിൽ നിന്ന് ചാലിയാറിൽ നിന്ന് ഈ ഭാഗത്തേക്ക് കടന്നിട്ടുണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം. തെരച്ചിലിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ ഡൗൺ സ്ട്രീമിലെ 4 പോർഷനുകളാണ്, പ്രത്യേക 4 ഭാഗങ്ങളാക്കിയാണ് തെരച്ചിൽ നടത്തുന്നത്. മുണ്ടേരി മുതൽ പരപ്പമ്പാറ വരെ, പനങ്കയം മുതൽ പൂക്കോട്ടുമണ്ണ വരെ, പൂക്കോട്ടുമണ്ണയിൽ നിന്ന് ചാലിയാർമുക്ക് വരെ, ഇരുട്ടുകുത്തിയിൽ നിന്ന് കുമ്പളപ്പാറ വരെ, ഇങ്ങനെ 4 പോർഷനുകളിലായിട്ടാണ് പ്രത്യേകമായിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുന്നതും ഉള്ളത്. ഈ പ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണെന്നുള്ളത് കൊണ്ട് ഫോറസ്റ്റ് വകുപ്പ് കൂടി നല്ലതുപോലെ മുൻകൈയെടുത്ത് നേരിട്ട് പോകാൻ കഴിയാത്ത കേന്ദ്രങ്ങളെല്ലാം അത്ര വിശദമായ വിധത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. നല്ല പ്ലാൻഡ് ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശോധന വളരെ സംതൃപ്തികരമാണ്. എങ്കിലും ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ആലോചന കൂടി നടന്നപ്പോൾ സാൻഡ് ബെഡുകളുള്ള സ്ഥലങ്ങൾ ഒന്നുകൂടി പരിശോധിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. മണ്ണ് വന്ന് കൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, നേരത്തെ ഉണ്ടായ പാറയുടെ അരികുവശങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും സാൻഡ് ബെഡ് ഉള്ള സ്ഥലത്ത് ഒന്നുകൂടി നോക്കാൻ, ഏതാണ്ട് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും സാൻഡ് ബെഡുള്ള സ്ഥലത്ത് ഒന്നുകൂടി നോക്കണം എന്ന് സേനാംഗങ്ങളുടെ ലീഡർഷിപ്പ് പൊതുവായി അഭിപ്രായപ്പെട്ടതിൻ്റെ ഭാഗമായി അതുകൂടി ഇന്ന് നാളെയുമായിട്ട് നോക്കാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തും. കൃത്യമായ ഏകോപനത്തോടു കൂടിയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗത്തിൻ്റെയും നേതൃത്വം, അത് പോലീസാണെങ്കിലും ഫോറസ്റ്റ് ആണെങ്കിലും SOG ആണെങ്കിലും NDRF ആണെങ്കിലും ഫയർഫോഴ്സ് ആണെങ്കിലും കുറ്റമറ്റ വിധത്തിൽ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും അണിനിരത്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും തൽക്കാലം തുടരേണ്ടി വരും. ഈ കേന്ദ്രങ്ങളെ കൂടിയാലോചിച്ച് തുടരേണ്ടി വരും. സന്നദ്ധ പ്രവർത്തകർ ധാരാളം ആളുകൾ വരുന്നുണ്ട്. നമ്മുടെ കണക്കനുസരിച്ച് തന്നെ ഈ ദിവസങ്ങളിൽ 5403 പേർ പങ്കാളിയായിട്ടുള്ള തെരച്ചിലാണ് വിവിധ ഘട്ടങ്ങളിൽ നടന്നിട്ടുള്ളത്. സന്നദ്ധ പ്രവർത്തകരുടെ ആ താല്പര്യത്തെയും സന്നദ്ധ പ്രവർത്തകരുടെ പിന്തുണയെയും ഇതെല്ലാം ഏറ്റെടുക്കാനുള്ള അവരുടെ മാനസികാവസ്ഥയും സർക്കാരിന് വേണ്ടി സ്വീകരിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം അപകടകരമായ സ്ഥലങ്ങളിലേക്ക് അറിയിക്കാതെ പോകുന്ന ഒരിടപെടലും സന്നദ്ധ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്നൊരു അഭ്യർത്ഥന വയ്ക്കുകയാണ്. കൃത്യമായ ഏകോപനത്തോടെ വിവിധ സേനകളുടെ നേതൃത്വത്തിൽ കുറ്റമറ്റ വിധത്തിലാണ് തിരച്ചിൽ നടക്കുന്നത്. ദുരന്തത്തിൽ ഉൾപ്പെട്ട 118 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന മണ്ണ് അടിഞ്ഞുകിടക്കുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി കൂടുതലായും തിരച്ചിൽ നടത്തുക. ഉൾവനത്തിലെ പാറയുടെ അരികുകളിലും പരിശോധന നടത്തും. വിവിധ സേനകളെ കൂടാതെ കടാവർ നായകളെ ഉപയോഗിച്ചും ഈ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തും. ഇരുട്ടുകുത്തി മുതൽ പരപ്പൻപാറ വരെയുള്ള ഭാഗത്താണ് കൂടുതൽ തിരച്ചിൽ ആവശ്യമുള്ളത്. ദുരന്തത്തിൽ ഉൾപ്പെട്ടവരുടെ 212 ശരീരഭാഗങ്ങളാണ് ഇതുവരെ ലഭിച്ചത്. ഇതിൽ 173 ലഭിച്ചത് നിലമ്പൂർ മേഖലയിൽ നിന്നായിരുന്നു. ലഭിച്ച 231 മൃതദേഹങ്ങളിൽ 80 എണ്ണം കണ്ടെടുത്തതും നിലമ്പൂർ മേഖലയിൽ നിന്നാണ്. മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെ, പനങ്കയം മുതൽ പൂക്കോട്ടുമണ്ണ വരെ, പൂക്കോട്ടുമണ്ണ മുതൽ ചാലിയാർ മുക്ക് വരെ, ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ, കുമ്പളപ്പാറ മുതൽ പരപ്പൻപാറ വരെ തുടങ്ങി 5 സെക്ടറുകളാക്കിയാണ് നിലവിൽ തിരച്ചിൽ നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നതിനായി നിലമ്പൂരിലെ ഉൾവനത്തിൽ നടക്കുന്ന തിരച്ചിലിന് സന്നദ്ധ പ്രവർത്തകർ ഒറ്റയ്ക്ക് പോവരുതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഉൾവനത്തിൽ ഒറ്റയ്ക്ക് പോകുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നതിനാലാണ് ഈ നിയന്ത്രണം. ഉൾവനത്തിലെ ഏതെങ്കിലും ഭാഗങ്ങളിൽ തിരച്ചിൽ വേണമെന്നുണ്ടെങ്കിൽ അക്കാര്യം ജില്ലാ ഭരണകൂടത്തെ അറിയിക്കണം. തുടർന്ന് ദൌത്യസേനാംഗങ്ങളുടെ അകമ്പടിയോടെ ഇവിടങ്ങളിൽ തിരച്ചിൽ നടത്താം. ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ രക്ഷാപ്രവർത്തനത്തിന് പോയ സന്നദ്ധ പ്രവർത്തകർ ഉൾവനത്തിൽ വഴിയറിയാതെ കുടുങ്ങിയ സംഭവം ഉണ്ടായിട്ടുണ്ട്.
മൊബൈൽ ഫോണിന് സിഗ്നൽ പോലും ഇല്ലാത്ത ഉൾവനത്തിൽ അകപ്പെട്ടാൽ പുറം ലോകം അറിയണമെന്നില്ല. എയർലിഫ്റ്റിംഗ് പോലും അസാധ്യമായേക്കാം. കൂടാതെ ഓഗസ്റ്റ് 30 വരെ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. രക്ഷാപ്രവർത്തനത്തിലും തിരച്ചിലിലും സന്നദ്ധ പ്രവർത്തകർ കാണിക്കുന്ന താൽപര്യവും പിന്തുണയും അഭിനന്ദനാർഹമാണ്. 5403 സന്നദ്ധ പ്രവർത്തകർ ഇതുവരെ രക്ഷാപ്രവർത്തനത്തിലും തിരച്ചിലിലും പങ്കാളികളായി എന്നത് അഭിമാനകരമാണെന്ന് മന്ത്രി പറഞ്ഞു. SS Gold, Pure Gold. SS Group, Nilambur.